ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരിക്കും സ്വാഗതം. OTT റിലീസിന് മുന്നുള്ള എമ്പുരാന്റെ അവസാന ദിവസമാണല്ലോ ഇന്ന് തിയേറ്ററുകളിൽ. ലാലേട്ടന്റെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ ഇന്നത്തോടെ 28 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഇന്നും സിനിമയ്ക്ക് 4 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്ന് 8 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നലെ വരെ 86 കോടി 22 ലക്ഷം കേരള ഗ്രോസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തോടെ ആ കേരള ഗ്രോസ് 86 കോടി 30 ലക്ഷം കടക്കും. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമ ഇന്ന് അർദ്ധരാത്രി ഒരു OTT റിലീസായിട്ട് കൂടുതൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുന്നു. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്. ഇന്നലെ എമ്പുരാൻ എന്ന സിനിമയുടെ OTT സാറ്റലൈറ്റ് വിൽപ്പന എത്ര കോടിക്കാണ് നടന്നത് എന്ന് പ്രേക്ഷകരെ അറിയിച്ചിരുന്നല്ലോ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ 3 മലയാളം സിനിമകളുടെ OTT സാറ്റലൈറ്റ് വിൽപ്പനയുടെ ആ ഒരു തുക എത്ര കോടിയാണ് എന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ലാലേട്ടന്റെ തന്നെ മലൈക്കോട്ടെ വാലിബൻ എന്ന കഴിഞ്ഞ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ OTT സാറ്റലൈറ്റ് വിൽപ്പന തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നല്ല തുകയ്ക്ക് വിറ്റഴിച്ചുവെന്ന് അന്ന് തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അത് ശരിവയ്ക്കുന്നൊരു എമൗണ്ട് റിപ്പോർട്ടാണ് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറും ചേർന്ന് സ്വന്തമാക്കിയ സിനിമയുടെ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് 30 കോടി രൂപയ്ക്കാണ് വിറ്റഴിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അപ്പോൾ ഷിബു ബേബി ജോൺ പറയുന്നത് പോലെ തന്നെ മലൈക്കോട്ടെ വാലിബൻ ബിസിനസ് ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ നഷ്ടം അല്ല. ഇനി കഴിഞ്ഞ വർഷത്തിലെ വലിയ സെൻസേഷൻ സിനിമയെല്ലാം തന്നെ ആയി മാറിയ ഫഹദിന്റെ ആവേശം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ OTT റൈറ്റ്സ് എമൗണ്ട് പുറത്തു വരുമ്പോൾ ചെറിയൊരു നിരാശാജനകമായ റിപ്പോർട്ടാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം റൂമേഴ്സ് ഉണ്ടായിരുന്നത് 30-35 കോടി രൂപയ്ക്കാണ് സിനിമയുടെ OTT വിൽപ്പന നടന്നത് എന്നാണ്. ആവേശത്തിൻ്റെത് 3 സിനിമകളുടെ കോംബോ ഡീലായിരുന്നു. മലയൻ ഗുന്നു, ഒപ്പം തന്നെ ഫഹദ് നിർമ്മാണ പങ്കാളിയിൽ ഭാഗമായ തങ്കം, ഒപ്പം തന്നെ ആവേശം. ഇതിൽ ആവേശത്തിന്റെ മാത്രം റൈറ്റ്സ് എമൗണ്ട് ആയിട്ട് കണക്കാക്കുന്നത് 20 കോടിയാണ്. ആമസോൺ പ്രൈമാണ് ഈ പറഞ്ഞ 3 സിനിമകളുടെയും OTT സ്വന്തമാക്കിയത്. അപ്പോൾ 20 കോടി എന്നത് സിനിമയ്ക്ക് കുറഞ്ഞു പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ 1 മാസത്തിനുള്ളിൽ OTT റിലീസായ സിനിമയാണ്. പ്രൈമിൽ OTT റിലീസ് ചെയ്ത ദിവസം പോലും കേരളത്തിൽ 1 കോടി കളക്ഷൻ ഉണ്ടായ സിനിമ ഒരു പക്ഷെ 50-ലധികം ദിവസങ്ങൾ തിയേറ്ററുകൾ ഓടിയിരുന്നെങ്കിൽ 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കാൻ കെൽപ്പുള്ള സിനിമയായിരുന്നു. ഇനി ഇതേപോലെ തന്നെ മാർക്കോ എന്ന സിനിമയുടെയും OTT റൈറ്റ്സ് എമൗണ്ട് നിരാശാജനകമെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മാർക്കോ സോണി ലിവിനെ കൂടാതെ 1-ലധികം OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാ OTT പ്ലാറ്റ്ഫോമിന്റെയും തുകയാണോ എന്നറിയില്ല. 9 കോടി രൂപയാണ് OTT റൈറ്റ്സ് എമൗണ്ട് ആയിട്ട് മാർക്കോ എന്ന സിനിമയ്ക്ക് ലഭ്യമായത് എന്നാണ് നമുക്ക് ലഭ്യമായ റിപ്പോർട്ട്. 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത നോർത്തിൽ തരംഗമായി മാറിയ സിനിമ ഇതിനേക്കാൾ കൂടുതൽ അർഹതയില്ലേ എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. മാർക്കോയുടെ OTT എമൗണ്ട് എല്ലാം തന്നെ കേൾക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം തന്നെ 2 മലയാളത്തിൽ ഒരു പ്രമുഖ നടന്റെ സിനിമകൾ ഈ പറഞ്ഞ സോണി ലെവലിൽ റിലീസ് ആയിട്ടുണ്ട്. അതും ഇതേപോലെ നിസ്സാര തുകയ്ക്കായിരിക്കും വിറ്റഴിച്ചത് എന്ന കാര്യത്തിൽ ഇനി സംശയമൊന്നും തന്നെയില്ല. അപ്പോൾ കാത്തിരിക്കൂ ഇതുപോലെയുള്ള വാർത്താ അപ്ഡേറ്റുകൾ അറിയാനായിട്ട്.